പതിവ്രതയായ കുന്തി പാണ്ഡുവിൻ്റെ ആവശ്യം ഒരു പുത്രനാണ്. എന്തുകൊണ്ട് കർണൻ്റെ ജനനം മറച്ചു വെക്കുന്നു? അത് മറച്ചു വയ്ക്കണം. അത് സ്ത്രീ സഹജമായ ഒരു ലജ്ജയാണ് അതിന് കാരണം. അതിൻ്റെ പേരിൽ പിന്നീട് ധർമ്മപുത്രരുടെ കുന്തിയെ ശപിക്കുന്നുണ്ട്. രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ത്രീകളുടെ കഴിവ് നഷ്ടപ്പെട്ടു പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ധർമ്മപുത്രർ ശപിക്കുന്നതിന് കാരണമായി അത് വരും. അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുന്നു, അച്ഛനെ കണ്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് പരിചയപ്പെടുത്തി. ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് ഇത് അമ്മയുടെ ഭർത്താവ് മാത്രമാണ്, എൻ്റെ യഥാർത്ഥ അച്ഛൻ തെക്കേ വീട്ടിൽ താമസിക്കുന്ന നാരായണൻ ചേട്ടനാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു സാധാരണ കഥാപാത്രമല്ലല്ലോ കുന്തി. കഥാപാത്രത്തിൽ ഒരു സാധാരണ മനുഷ്യനും ഉണ്ടായിരിക്കും. അവരുടെ യോഗബലം കൊണ്ട് പിന്നീട് ജനിച്ചു വരുന്ന ഒരു അസാധാരണ കഥാപാത്രം ഉണ്ടായിരിക്കും. ഇപ്പോൾ അഹിംസാവാദിയാണെങ്കിൽ ഗാന്ധിജി ചെയ്യുന്നത് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് എല്ലാ ആശ്രമവാസികളുടെ എല്ലാവരുടെയും തലക്കിട്ട് അടി കൊടുക്കുക. അപ്പോൾ അഹിംസയോടെ പോയി അടി കൊണ്ടയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മരിച്ചുപോയി. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് തലക്കിട്ട് അടിയാണ്. വിളിച്ചാൽ വീണ്ടും കിടക്കുകയും ഇങ്ങനെയൊക്കെ ഒന്ന് തലയൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് വീണ്ടും ചുരുണ്ട കിടന്നുറങ്ങുമ്പോൾ ഇപ്പോഴുള്ള ഉറക്കത്തിൻ്റെ സുഖം നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ ഈ വടി കൊണ്ട് തലക്കിട്ടൊരു മുട്ട് കൊടുക്കും, അപ്പോൾ പെടഞ്ഞെഴുന്നേക്കും. അല്ലാതെ വിളിച്ചാൽ സമയം വേസ്റ്റായി പോവുകയാണെ അവന് തലക്കിട്ട് ഈ വടി കൊണ്ടൊരു അടി കൊടുക്കും. ഇതാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അഹിംസ ഇവിടെ പോയി. ഇതുപോലെ ഇവിടെ കുന്തിയുടെ ശക്തമായ എതിർപ്പുണ്ടായി എന്ന് പറയുന്നുണ്ട്. കുന്തി പാണ്ഡുവിനോട് മറ്റ് ദേവന്മാരിൽ നിന്നും പുത്രോത്പാദനം ചെയ്യാൻ പറയുമ്പോൾ കുന്തി ശക്തമായി എതിർക്കുന്നുണ്ട്. അപ്പൊ കുന്തിക്ക് അങ്ങനെ എതിർക്കാൻ എന്താ അവിടെ അവകാശമുള്ളത്? കാരണം ഇതിനു മുൻപ് കുന്തിക്ക് എങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? ഇല്ല, അത് കുന്തിയുടെ ഉത്തരവാദിത്തത്തിൽ സംഭവിച്ചതല്ല. സൂര്യദേവൻ ഈ ഉദിച്ചു വരുന്ന സൂര്യദേവനെ കണ്ടപ്പോൾ ആ സൂര്യദേവൻ്റെ ഒരു ആളുകളെ ആകർഷിക്കുന്ന അസാധാരണമായ സുഷമാ വിശേഷത്തിൻ്റെ അദമ്യമായ ആവേശത്താൽ ആവിഷ്ടയായി അല്ലെങ്കിൽ ആകൃഷ്ടയായി ആണ് കുന്തി. അതാണെങ്കിൽ ഇതൊന്ന് അടുത്ത് കണ്ടാലോ എന്നുള്ളൊരു കൗതുകം മാത്രമേ അവിടെ ഉള്ളൂ. അല്ല, കുന്തിക്ക് ഉത്തരവാദിത്വമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. കുന്തിയുടെ സ്വഭാവത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു കാപട്യം അതാണ് ഈ ധർമ്മപുത്രരിൽ നിന്നും ഇത് മറച്ചു വെക്കുന്നതിൽ നിന്ന് വെളിവാകുന്നു. അല്ല, അത് കാപട്യമല്ല. എങ്ങനെയാണ് കാപട്യമാകുന്നത്? ഇതിപ്പോൾ ഞാനീ പറഞ്ഞതുപോലെയാണ്, ഉദാഹരണം പറഞ്ഞതുപോലെയാണ്. അതിപ്പോൾ ഞാൻ അച്ഛൻ തെക്കേ വീട്ടിലെ നാരായണൻ ചേട്ടനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അതിനകത്ത് കാപട്യമുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ സത്യത്തിലുള്ള അച്ഛൻ അതാവട്ടെ ആവാതിരിക്കട്ടെ, അതിൻ്റെ ഒരു അന്വേഷണത്തിലല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പിതാവ് ആരാകുന്നു എന്ന ഒരു തീസിസ് സമർപ്പിക്കാനോ രചിക്കാനോ അല്ലല്ലോ നിങ്ങൾ വരുന്നത്. നിങ്ങൾ സാധാരണ ഒരു വിസിറ്റ് നടത്തി അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ കുന്തി പറയും. അങ്ങനെ ഒരു പ്രശ്നം അന്തർഭവിച്ചിട്ടില്ല അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അത് പറയത്തക്ക ഒരു നാടകീയ സന്ദർഭം തനിക്ക് ഇങ്ങനെ ഒരു അബദ്ധമൊന്നും പറയാനൊക്കെ ഇല്ല. അല്ല, ഭർത്താവിനോട് മറച്ചു വെക്കരുത് എന്നുള്ളതും പാതിവൃത്യത്തിൻ്റെ ഒരു ഭാഗമല്ലേ? അല്ല, മറച്ചു വയ്ക്കുകയല്ലല്ലോ, അത് വെളിപ്പെടുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. അതൊരു മുടന്തൻ ന്യായമാണ്. അല്ല, മുടന്തൻ ന്യായമല്ല. എങ്ങനെ മുടന്തൻ ന്യായമാകുന്നത്? ഏതെങ്കിലും സന്ദർഭത്തിൽ അത് പറയാൻ അവസരം ലഭിക്കണ്ടേ? അവസരം ലഭിച്ചിട്ടില്ല. വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഉടനെ അപ്പോഴേ എന്ന് പറഞ്ഞിട്ട് വ്യാസന്റെ ജനനത്തിനെ കുറിച്ച് പോലും അത് വ്യാസനല്ലേ പറയുന്നത്, തുറന്നു പറയുന്ന അത് വ്യാസനാണ് പറയുന്നത്. മഹാഭാരത ഇത് സ്ത്രീ സഹജമായ പൊടുന്നനെ എതിർപ്പുണ്ടാകാൻ, അവരുടെ ജീവിതത്തിൽ ഒരു വിഘടിതമായ അവസ്ഥയുണ്ടാകാൻ കാരണമാകുന്നതാണ് അത് വെറുതെ പറഞ്ഞാലേ. അപ്പം കുടുംബജീവിതത്തിൻ്റെ ഭദ്രത നോക്കിയിട്ടും കുടുംബജീവിതത്തിൻ്റെ സൗഖ്യം നോക്കിയിട്ടും അവർ തമ്മിലുള്ള വൈകാരികമായ താതാത്മ്യത്തെ ആസ്പദമാക്കിയും അത് പറയാതിരുന്നതിൽ വഞ്ചനയും കാപട്യമൊന്നുമില്ല. സന്ദർഭം വന്നാൽ പറയും. സന്ദർഭം വന്നപ്പോൾ പറയുകയും ചെയ്തു. അതിൽ പ്രത്യേകമായ ഒരു തെറ്റ് കുന്തി ചെയ്തതാണ്. ഇപ്പോൾ സൂര്യനെ ഈ ഉദ്ദേശത്തിൽ വിളിച്ചു വരുത്തിയതാണെങ്കിൽ ശരിയാണ്. ഇത് സൂര്യഭഗവാൻ വന്ന് അനുഗ്രഹിച്ചിട്ട് പോയതാണ്. പിന്നെ പറഞ്ഞു വരുമ്പോൾ അവിടെ ഒരു കന്യകാത്വ ലംഘനം പോലുമില്ല. കന്യകാത്വ ലംഘനമില്ലാതെ ഗർഭം ഉൽപ്പാദിതമാവുകയാണ്. ഈ പറഞ്ഞ കാരണങ്ങളാലൊക്കെ തന്നെ കുന്തി അത് പറയേണ്ടതും പറയാവുന്നതുമായിരുന്നു. രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം. അങ്ങനെ വരുമ്പോൾ ആ കാരണം കൊണ്ട് തന്നെ പറയാതെ ഇരിക്കാം. ഇവിടെയൊക്കെ ഒരു തരത്തിൽ ഈ ശാപം അനുഗ്രഹമൊക്കെ ഒരു തരത്തിൽ ഒരു രക്ഷപ്പെടലാണ്. കാരണം കുന്തിയുടെ പുത്രൻ ഉണ്ടായാലും നിന്റെ കന്യകാത്വം നശിക്കുന്നില്ല, അത്തരത്തിലുള്ള കുറെ. അല്ലല്ല, രക്ഷപ്പെടലല്ല. ഇതെല്ലാം രചനയുടെ സാങ്കേതികത്വങ്ങളാണ്. ഓരോ കലയ്ക്കും ആ കലയുടേതായ സാങ്കേതികത്വങ്ങളുണ്ട്. അതാണ് മഹാഭാരതം സീരിയലാക്കുമ്പോൾ
സീരിയലാക്കുന്ന സംവിധായകൻ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് എപ്പോഴും. എന്താണ് കാരണം? ഇത് ഭാഷ എന്ന മാധ്യമത്തിലേക്ക് മഹാഭാരതത്തെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ആ ഭാഷ എന്ന മാധ്യമത്തിൽ ആവിഷ്കരിച്ച് വച്ചിരിക്കുന്ന കല മറ്റൊരു മാധ്യമത്തിലേക്ക്, സ്ക്രീൻ എന്ന മാധ്യമത്തിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണമെന്നത് സംവിധായകൻ അറിഞ്ഞുകൂടെങ്കിൽ ഇതെല്ലാം തമാശയായിട്ട് നമുക്ക് തോന്നും. സീരിയലിലോ സിനിമയിലോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ അത്യന്തം ഹാസ്യജനകമായ സംഭവങ്ങൾ ആവിഷ്കരിച്ചതായിട്ട് നമുക്ക് തോന്നും. അത് ആ മാധ്യമ മാറ്റം ശ്രദ്ധിച്ച് ആ മാധ്യമത്തിൻ്റെ പരിവർത്തനം അനുസരിച്ച് എന്ത് തരത്തിലുള്ള വ്യത്യാസമാണ് ദൃശ്യകലയിൽ വരുത്തേണ്ടതെന്ന് ഈ സംവിധായകന് ബോധമില്ലാത്തതുകൊണ്ടാണ്. എന്നുവെച്ചാൽ വലിയ സംവിധായകനല്ലാത്തതുകൊണ്ടാണെന്ന് അർത്ഥം. അല്ല, ആമുഖമായിട്ട് മാഷ് പറയേണ്ടായി ചിത്രകലയുടെ വ്യാകരണം പോലും കണക്കിലെടുത്താണ് വ്യാസൻ പാത്രസൃഷ്ടി നടത്തിയത് എന്ന് പറയുന്നു. അപ്പോൾ അത് അപ്പോൾ ഇതൊക്കെ യാദൃച്ഛികം, ഇതിൻ്റെ വാച്യാർത്ഥം യാദൃച്ഛികമായി ഒരു ഗർഭധാരണം നടക്കേണ്ടി വന്നു എന്നതാണ്. ആ യാദൃച്ഛികമായി ഒരു ഗർഭധാരണം നടക്കേണ്ടി വന്നതിനെ ഇതിഹാസത്തിൻ്റെ കലയുടെ മാഹാത്മ്യത്തിൽ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ് വ്യാസൻ. അതിൻ്റെ സൗന്ദര്യം നോക്കണം. യഥാർത്ഥത്തിൽ നടന്നത് കുന്തിയുടെ കന്യകാത്വ വിനാശമാണ്. പക്ഷേ ആ കന്യകാത്വ വിനാശം നടന്നു എന്ന് വായനക്കാരന് തോന്നാതെ ഏറ്റവും സാംസ്കാരികമായിട്ടും ഏറ്റവും സഭ്യമായിട്ടും ഏറ്റവും ഹൃദ്യമായിട്ടും ആർക്കും മുഖത്തിൻ്റെ ചുളിവ് കൂടാതെ വൈകാരികമായ ഒരു വിദൂരത കൂടാതെ ഏത് സഭയിലും അവതരിപ്പിക്കത്തക്ക വിധത്തിൽ ഒരാൾ വന്നിട്ട് അനുഗ്രഹിച്ചു പോകുന്നു, നെറ്റിയിൽ കൈതൊട്ട് അല്ലെങ്കിൽ വയറ്റത്ത് കൈതൊട്ട് അനുഗ്രഹിച്ചിട്ട് പോകുന്നു. ഇദ്ദേഹം വയറ്റത്ത് കൈതൊട്ട് അനുഗ്രഹിക്കുകയായിരുന്നു സൂര്യൻ. ഇവിടെ ഒരു അശ്ലീലത തോന്നുന്നില്ല. എന്നാൽ അശ്ലീലതയായിട്ട് തോന്നേണ്ട സ്ഥാനത്ത് അത് തോന്നത്തക്ക വിധത്തിൽ തന്നെ അവതരിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്തയാളാണ്. പിന്നെ എന്താണ് അശ്ലീലത? ഇപ്പോൾ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഈ അശ്ലീലത്തിന് ഏറ്റവും സമുചിതമായ ഉദാഹരണമായിട്ട് എടുത്തു പറയുന്നത് അറിയാമല്ലോ, ധർമ്മപുരാണമാണ്. ധർമ്മപുരാണം എന്ന് പറയുന്ന വിജയൻ്റെ നോവലാണ്. എനിക്കത് വായിച്ചു നോക്കിയിട്ട് അതിലൊരു അശ്ലീലമുള്ളതായിട്ട് തോന്നിയില്ല, ഒരു അശ്ലീലം തോന്നിയില്ല. ചിലപ്പോൾ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഉച്ചരിക്കില്ലാത്ത വാക്കുകൾ പോലും അതിനകത്ത് ഉച്ചരിക്കുന്നുണ്ട്. ഇത് വീട്ടിലിരുന്നുകൊണ്ട് എല്ലാവരും കൂടി ഉച്ചരിക്കാനുള്ളതല്ല സാഹിത്യകൃതി. സാഹിത്യകൃതിക്ക് ഒരു നിയതമായ ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതുകയാണ്. അപ്പോൾ ആദ്യം ഒരു സാഹിത്യകൃതി ആസ്വദിക്കുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ടത് സാഹിത്യകാരൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നോക്കുക. ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് വർണ്ണിക്കേണ്ടത് ആ സാഹിത്യത്തിൻ്റെ പ്രമേയത്തിലെ അനിവാര്യമായ ഘടകമായി വരികയും ആ ഘടകത്തിൻ്റെ ആത്മാവ് അതായി വരികയും ചെയ്താൽ അത് വർണ്ണിച്ചില്ലെങ്കിലാണ് അശ്ലീലം. അല്ലേ, ഈ ആസ്വാദകൻ്റെ മാനസിക നിലവാരവും ഒരു ഘടകമല്ലേ? അതിന് ആസ്വാദകൻ, സഹൃദയൻ ആരായിരിക്കണം? സഹൃദയൻ എന്തെല്ലാം സിദ്ധികൾ നേടിയിരിക്കണം ഈ ആസ്വദിക്കുന്നതിന് മുമ്പ് എന്ന് പറയുന്നുണ്ട്. അതറിഞ്ഞൂടാത്തതുകൊണ്ടാണത്. ആരെയാണ് ആസ്വാദകൻ എന്ന് പറയുന്നത്? ആസ്വാദകൻ ശീലിച്ചിരിക്കേണ്ടുന്ന അനുശീലനങ്ങളുണ്ട്. ഈ കാവ്യങ്ങളുടെ പണ്ട് മുതലേയുള്ള കാവ്യങ്ങൾ ആസ്വദിച്ച് കാവ്യാനുശീലനം സാധിച്ചവനെ ആസ്വാദകർ എന്ന് പറയും. കാവ്യാനുശീലനാഭ്യാസവശാത് വിശദീഭൂതേ മനോമുകുരേ. കാവ്യം പഠിച്ചും അപഗ്രഥിച്ചും കാവ്യത്തിൻ്റെ ആസ്വാദനത്തെക്കുറിച്ച് ഗുരുക്കന്മാരുടെ ഉപദേശം കേട്ടും വികസിതമായ മനസ്സ് ഉള്ള ആൾ മാത്രമേ കാവ്യത്തിൻ്റെ അന്തസ്സത്തയെ കവി ഉദ്ദേശിച്ച അർത്ഥത്തിൽ ആസ്വദിക്കൂ എന്നാണ്. അങ്ങനെയുള്ള ആസ്വാദകൻ ഈ പരാതി പറയില്ല. ഇതിലെ ചില വാക്കുകൾ നമുക്ക് പരസ്യമായി ഉച്ചരിക്കാൻ വയ്യാത്ത വാക്കുകൾ ഉണ്ടെന്നുള്ളതും ഒരു സങ്കല്പം മാത്രമാണ്. എല്ലാ വാക്കുകളും പരസ്യമായിട്ട് ഉച്ചരിക്കും, എല്ലാ വാക്കുകളും ഡിക്ഷണറിയിലുണ്ട്, എല്ലാ വാക്കുകളും എല്ലാ സന്ദർഭത്തിലും പരസ്യമായിട്ട് ഉച്ചരിക്കില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിൽ ഉച്ചരിക്കാത്ത വാക്ക് പുറത്ത് ഉച്ചരിക്കും. വീട്ടിൽ തന്നെയും ഒരു വൈകാരികമായ വിക്ഷോഭത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ സാധാരണഗതിയിൽ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കാത്ത വാക്കുകൾ ഉപയോഗിച്ചു എന്ന് തന്നെ വരും. എവിടെയോ ഉപയോഗിക്കാതിരിക്കുന്നു, ഉപയോഗിക്കും. അത് ഈ വികാര വിക്ഷോഭത്തിൻ്റെ സാന്ദ്രത പോലെ ഇരിക്കും. അപ്പോൾ ഇത് ശരീര വാക്കാണോ അശ്ലീല വാക്കാണോ നോക്കില്ല. സാഹിത്യത്തിൽ അശ്ലീലമെന്ന് പറഞ്ഞാൽ അപ്രകരണത്തിൽ അനവസരത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സാഹിത്യത്തിൽ അശ്ലീലം.
അപ്പോൾ ഒരു അവസരത്തിൽ ഒരു നാടകീയമായ അവസരത്തിൻ്റെ ഒരു നാടകീയമായ വികാര വിക്ഷോഭത്തിൻ്റെ പൂർണ്ണതയ്ക്ക് നാം അശ്ലീലമെന്ന് ലൗകിക ജീവിതത്തിൽ സങ്കല്പിച്ചിട്ടുള്ളൊരു വാക്ക് ഉപയോഗിക്കുകയാണ് വേണ്ടതെങ്കിൽ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ ദേവിയുടെ മുഖത്തേക്ക് വെളിച്ചപ്പാട് കാർക്കിച്ച് തുപ്പി സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മുടെ പ്രേക്ഷക ഭൂരിപക്ഷം അത് ആഗ്രഹിക്കില്ല. എത്ര കോപം വന്നാലും, എത്ര സങ്കടം വന്നാലും, എത്ര വികാരാവേശം വന്നാലും ദേവിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പാൻ പാടില്ല. അത് MD അങ്ങനെ തന്നെ സംവിധാനം ചെയ്യുകയും ചെയ്യും. MD അല്ലേ അത് സംവിധാനം ചെയ്തിരിക്കുന്നത്, നിർമ്മാല്യത്തിൽ അല്ലേ? MD. ആ, കാർക്കിച്ച് തുപ്പുകയും ചെയ്തു. കാർക്കിച്ച് തുപ്പണം. കലാപരമായി അതിൽ ഒരു തരത്തിലുള്ള അപരാധവുമില്ല. കലയുടെ നിയമത്തെ ലംഘിക്കുന്നില്ല. അവിടെ അത് ചെയ്തില്ലെങ്കിലാണ് അത് അശ്ലീലമാകുന്നത്. പിന്നീട് അത് മാറ്റിക്കളയോ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ആളുകൾ. എനിക്കറിഞ്ഞൂടെ അതിൻ്റെ വിശദമായിട്ടുള്ള സംഗതികൾ. എന്തായാലും ആദ്യം കണ്ടപ്പോൾ അതിലതുണ്ടായിരുന്നു. അത് വളരെ സമുചിതമായ ഔചിത്യപൂർവമായ ഒരു നടപടിയാണ് അത് മാറ്റിക്കളയാഞ്ഞത്. സാധാരണഗതിയിൽ അത് അംഗീകരിക്കാൻ പാടില്ലാത്ത അംഗീകരിക്കുകയുമില്ല. സാധാരണ ആളുകൾ അത് അംഗീകരിക്കില്ല. അത് ഒഴിവാക്കാമായിരുന്നു എന്ന് പറയും. അപ്പോൾ പ്രകരണം, വർണ്ണനയുടെ പ്രകരണം, അല്ലെങ്കിൽ കവിയുടെ ലക്ഷ്യം, കവിയുടെ ഉദ്ദേശ്യം, രചയിതാവിൻ്റെ ഉദ്ദേശ്യത്തിന് അനുസരിച്ച അത് വിവരിക്കുന്ന, അല്ലെങ്കിൽ ഈ അത്തരൊരു വിഷയം ഒഴിവാക്കാൻ വേണമെങ്കിൽ ഇവിടെ വിഷയം ഒഴിവാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു മാനസികമായ വൈകാരിക അവസ്ഥയിൽ വിജയൻ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് അത് എഴുതാതിരിക്കാൻ നിവൃത്തിയില്ല. അത് എഴുതുമ്പോൾ അതിൽ ഉപയോഗിക്കേണ്ടുന്ന വാക്കുകൾ മധുരങ്കായതിയിലെ വാക്കുകളല്ല. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ശഠിക്കുന്ന സാഹിത്യശാസ്ത്രജ്ഞന്മാരുമുണ്ട്. അവർ വളരെ സദാചാരവാദികളായ സാഹിത്യശാസ്ത്രജ്ഞന്മാരാണ്. അങ്ങനെ വാദിക്കുന്നവരുണ്ട്, വാദിക്കുന്നില്ലെന്നല്ല. അങ്ങനെയും വാദിക്കാം, വാദിച്ചു നിൽക്കാം. ആ വാദത്തിന് അർത്ഥമുണ്ടെന്ന് നമുക്ക് സമ്മതിക്കാം. വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നതല്ല ഇത്, അതിനർത്ഥമുണ്ടെന്ന് നമുക്ക് സമ്മതിക്കാം. പക്ഷേ നാം കലയെ അതിനിശിതമായ നിരീക്ഷണത്തിന് വിധേയമാക്കുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ കവിയുടെ ലക്ഷ്യത്തിനനുസരിച്ച, കവിയുടെ ഉദ്ദേശം സാധൂകരിക്കത്തക്ക വിധത്തിലുള്ള, കവിയുടെ ഉദ്ദേശ്യം വിശദീഭൂതമാകുന്നതിന് തക്ക യോഗ്യമായ വാക്കുകൾ തന്നെ ഉപയോഗിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ധർമ്മപുരാണത്തിലെ പദങ്ങളിൽ ഒന്നുപോലും എടുത്തു മാറ്റേണ്ടതില്ലാത്ത വിധത്തിലാണ് അതിലെ കലാപരമായ, പ്രമേയപരമായ, കഥാപരമായ സാഹചര്യം നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എവിടെയാണ് അശ്ലീലം വരുന്നത്? അശ്ലീലം വരുന്നത് വെറുതെ ആളുകളുടെ വികാരങ്ങളെ, സാധാരണ വായനക്കാരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യാൻ ഒരു കഥാകൃത്ത് മുതിരുമ്പോൾ അത് അശ്ലീലമാണ്, അല്ലെങ്കിൽ അശ്ലീലമില്ല. അപ്പോൾ അശ്ലീലം ഔചിത്യ ലംഘനത്തെയാണ് അശ്ലീലം എന്ന് ആനന്ദവർദ്ധനൻ ധ്വന്യാലോകത്തിൽ പറയുന്നത്. ഇവിടെ ഔചിത്യത്തിൻ്റെ ലംഘനമില്ല. ഒരു സന്ദർഭത്തിലും ഔചിത്യം, ഇപ്പോൾ വ്യാസനെ ആരാധിക്കുന്നവർ തന്നെ പറയുന്നത് വ്യാസൻ വർണ്ണന നീട്ടിക്കൊണ്ടു പോകുന്നു എന്നാണ്. അങ്ങനെയല്ല. വ്യാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് ഏറ്റവും സംക്ഷിപ്തമായ വർണ്ണനയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്നിട്ടും കൃതി ഇത്ര വലുതായി. അത് ലോക പ്രപഞ്ചത്തിൻ്റെ ജീവിതമാണ് ആവിഷ്കരിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതമല്ല, ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ ജീവിതമല്ല, ഏതെങ്കിലും ഒരു നായകൻ്റെ ജീവിതമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആത്മാനുഭൂതിയല്ല, അയാളുടെ രഹസ്യ ജീവിതത്തിൻ്റെ ആവിഷ്കാരമല്ല. പ്രപഞ്ചം അങ്ങനെ തന്നെ വന്ന് ആവിർഭവിച്ച് നമ്മുടെ പ്രതിഭയെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. എന്നെ വായിച്ച് മനസ്സിലാക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൃതി ഒരു ജനതയെ മുഴുവനും, ലോക ജനതയെ മുഴുവനും, ലോക സംസ്കാരത്തെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കടൂ. നല്ലതല്ലേ അങ്ങനെ ഒരു കൃതി? എന്തൊരു മഹനീയമായ സാന്നിധ്യമാണ് ഒരു കൃതി. ഒരു ജനതയുടെ സാംസ്കാരികമായ വെല്ലുവിളിയായി ആ ജനതയുടെ മധ്യത്തിൽ ഒരു കൃതി ശാശ്വതമായി നിലനിൽക്കുക. അദ്ദേഹത്തിൻ്റെ തൈഷണിക പ്രഭാവത്തെ നോക്കി നാം അമ്പരക്കുക. എന്തെല്ലാം തരത്തിലുള്ള വാദഗതികളാണ് വ്യാസൻ്റെ ഈ കൃതികളെക്കുറിച്ച് വന്നിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ദർശനത്തെക്കുറിച്ച്. എന്തെല്ലാം തരത്തിലുള്ള ദാർശനികമായ വൈവിധ്യങ്ങളെയാണ് അദ്ദേഹം സംഗ്രഹിച്ച് ഇതിൻ്റെ അന്തർധാരയായി പ്രവഹിപ്പിച്ചിരിക്കുന്നത്. കാലത്തെ ചവിട്ടി തള്ളിക്കൊണ്ട്, സർവ സംഹാരകമായ കാലത്തെ, സർവവിധ്വംസകക്ഷമമായ കാലത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, കാലത്തെ ചവിട്ടി മാറ്റിക്കൊണ്ട്,
കാലത്തിൻ്റെ തലയിൽ തൻ്റെ ശിരസ് വെച്ചുകൊണ്ട് ഒരു മഹാഗ്രന്ഥം നിലനിൽക്കുന്നു. അഭിമാനിക്കാവുന്നതല്ലേ അതിൽ, ആ നേട്ടത്തിൽ? തോന്നണില്ല അങ്ങനെയല്ലേ? തീർച്ചയായും തീർച്ചയായിട്ടും അഭിമാനിക്കാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തെ സംബന്ധിച്ചും പ്രപഞ്ചത്തെ സംബന്ധിച്ചുമുള്ള സംശയങ്ങളാണ്. അത് ദാർശനികമായ സംശയങ്ങളാണ്, അത് കലാപരമായ സംശയങ്ങളാണ്, അത് ചരിത്രപരമായ സംശയങ്ങളാണ്, അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെ സംബന്ധിക്കുന്ന സംശയങ്ങളാണ്. ആ സംശയങ്ങൾക്ക് സാർവകാലികമായ പ്രസക്തിയുണ്ട്, സാർവജനീനമായ പ്രസക്തിയുണ്ട്, സാർവദേശീയമായ സാന്നിധ്യമുണ്ട് അത്തരം സംശയങ്ങൾക്ക്. അതെവിടെയും സ്വാഗതം ചെയ്യപ്പെടും. അത് ജീവിതത്തെ പഠിക്കുകയാണ് ഇതിലൂടെ. അല്ലാതെ വെറുതെ ഒരു കൃതി വായിച്ചിട്ട് ഉറുമ്പ് കടിക്കുന്നത് പോലത്തെ ഒരു അനുഭൂതി അനുഭവിക്കുകയല്ല. സമഗ്രതയിലേക്ക് ഇത് മഹാഭാരതം വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, വ്യാസൻ ഉദ്ദേശിച്ച അർത്ഥത്തിൽ വായിച്ച് അത് ഗ്രഹിക്കുകയാണെങ്കിൽ, അതിൽ മഹാഭാരതത്തിൽ തന്മയീഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിന് വലിയ മാറ്റമുണ്ടാകും. ഉഴുതു മറിച്ച് കളയും ഒരു വ്യക്തിയെ, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഉഴുതു മറിക്കും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ, ഉഴുതു മറിച്ച് അയാളെ വ്യാസൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ രൂപാന്തരപ്പെടുത്തി കളയും. ഇപ്പോൾ ഭാരതീയ ചിന്തയെക്കുറിച്ച് പഠിക്കാൻ പോയ കെ ദാമോദരൻ പിന്നീട് ഇന്ത്യയുടെ ആധ്യാത്മികവാദത്തെ നാം കരുതുന്നത് പോലെ ഭൗതികവാദം കൊണ്ട് തള്ളിക്കളയാവുന്നതല്ല എന്ന് പറയുകയും അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള സ്ഥാനം ക്രമേണ ലയിച്ചു പോവുകയും ചെയ്തു. ഇല്ലാതെയായി എന്നർത്ഥം. പാർട്ടിയിൽ നിന്ന് പിന്നെ അദ്ദേഹത്തെ കാര്യങ്ങളൊന്നും ഏൽപ്പിക്കാതെയായി. അപ്പോൾ അങ്ങോട്ട് ചെന്ന് പിടിച്ചാൽ, മഹാഭാരതത്തിലേക്ക് ഒരുത്തൻ കയറി ചെന്നാൽ, മഹാഭാരതത്തിൽ അയാളുടെ പൂർവ്വ വ്യക്തിത്വം, അയാളുടെ പൂർവ്വ സംസ്കാരം മുങ്ങിച്ചാവുക എന്നുള്ളതല്ലാതെ അയാൾ അതിൽ നിന്ന് താൻ കൊണ്ടുപോയ സ്വത്വവുമായി തിരികെ പോരുകയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വത്വത്തെ കടന്നാക്രമിക്കത്തക്ക പ്രതിഭാപരമായ ധനത്വമാണ്, പ്രതിഭാപരമായ കുബേരത്വമാണ്, ചിന്താപരമായ കുബേരത്വമാണ്, ദാർശനികമായ ഔന്നത്യമാണ് മഹാഭാരതത്തിൽ കുടികൊള്ളുന്നത്. നാം അവിടെ വീണ് ചാവുകയാണ് ഒരു നല്ല ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം. കുന്തി തനിക്ക് പറ്റിയത് എന്ന് നമുക്ക് തോന്നാവുന്ന ഒരു അബദ്ധം പാണ്ഡുവിനോട് തുറന്നു പറഞ്ഞില്ല എന്നതാണ്. പല കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഭരണാധികാരികളുടെ പല സംഗതികളും നമ്മൾ തുറന്നു പറയാറുണ്ട്. നെഹ്റുവിനെ സംബന്ധിച്ചുള്ള വ്യക്തിജീവിതത്തിലെ പല രഹസ്യങ്ങളും അറിയാമായിരുന്നിട്ട് പോലും പരക്കെ നാം ചർച്ച ചെയ്യാറില്ല. ഇപ്പോൾ ചില രഹസ്യങ്ങളായിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ട്. ഒരിക്കലും വെളിപ്പെടാതിരിക്കത്തക്ക രഹസ്യങ്ങളുണ്ട്. പക്ഷേ മനുഷ്യ ജീവിതത്തിന് രഹസ്യങ്ങളില്ല. എന്താണ് കാരണം? ചിത്തവൃത്തികൾ തിട്ടപ്പെടുത്തിയതാണ്. മനുഷ്യന് പ്രധാനമായി 9 തരത്തിലുള്ള ഭാവങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഏത് ഭാവവും ഈ 9 തരത്തിലുള്ള ഏത് ഭാവത്തിലെങ്കിലും ഉൾപ്പെട്ടതായിരിക്കും. പുതുതായി ഒരു ഭാവമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നാട്യശാസ്ത്രത്തിൽ അത് ഭരതൻ എണ്ണി പറയുന്നുണ്ട്. 9 തരത്തിലുള്ള ഭാവങ്ങളെ മനുഷ്യനുണ്ടാകൂ. അതുകൊണ്ട് 9 തരത്തിലുള്ള രസങ്ങളെ ഏത് കൃതിയിലും ആവിഷ്കരിക്കാൻ സാധിക്കും, ഏത് കലയിലും ആവിഷ്കരിക്കാൻ സാധിക്കും. നാട്യശാസ്ത്രം പൊതുവെ നാട്യശാസ്ത്ര പഠേതാക്കൾ കരുതുന്നത് പോലെ അതൊരു അഭിനയ സംബന്ധമായ ശിക്ഷണഗ്രന്ഥമല്ല, അതൊരു കലാദർശനമാണ്. എല്ലാ കലകളെയും സാകല്യേന ബാധിക്കുന്ന സാർവകാലികമായ, സാർവലൗകികമായ, സാർവദേശീയമായ സിദ്ധാന്തങ്ങളാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ഈസ്തെറ്റിക്കൽ വർക്കാണ്, ഒരു കലാദർശനം എന്നാണ് അതിനെ പറയേണ്ടത്. ഫിലോസഫി ഓഫ് ആർട്ടാണ്, അല്ലാതെ നാട്യത്തെ മാത്രം സംബന്ധിക്കുന്നതല്ല. അതിൽ അദ്ദേഹം 9 തരത്തിലുള്ള മനുഷ്യൻ്റെ സർവ്വവികാരങ്ങളെയും അപഗ്രഥിച്ചിട്ട് അവയെല്ലാം വർഗീകരിച്ച് മൊത്തത്തിൽ 9 തരത്തിലുള്ള പ്രധാനമായ ഭാവങ്ങൾ മാത്രമേ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകൂ, ചിത്തവൃത്തികളെ ഉണ്ടാകൂ എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് അതങ്ങനെ അല്ലാത്ത ഏതെങ്കിലും ഒരു സ്തോഭം ഹൃദയത്തിനുണ്ട്, ഏതെങ്കിലും ഒരു ക്ഷോഭം ഹൃദയത്തിനുണ്ട്, ഏതെങ്കിലും ഒരു മാനസിക അവസ്ഥയുണ്ട് എന്ന് പറയാൻ വയ്യാത്ത സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. പറഞ്ഞാൽ എന്ത് ബോധ്യപ്പെടും? അത് ഇതിലെ ഏതെങ്കിലും ഒന്നിൽ അന്തർഭവിച്ചു പോകാവുന്ന വിധത്തിൽ അപ്രധാനമായിരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ച് മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്
പ്രപഞ്ചത്തെ വ്യാസൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യജീവിതത്തിൽ രഹസ്യങ്ങളൊന്നുമില്ല. ഓരോ സന്ദർഭങ്ങളിൽ ഓരോ ആളുകൾ എന്തെന്തൊക്കെ ചെയ്യാൻ ന്യായമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു സംഭവം പുറത്ത് പറയാതിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യജീവിതത്തിൽ രഹസ്യമുണ്ടെന്നും പറയാം, മനുഷ്യജീവിതത്തിൽ രഹസ്യമില്ലെന്നും പറയാം. കാരണം ചിത്തവൃത്തികൾ വ്യക്തമാണ്, അത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ ചിത്തവൃത്തികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സംഗതി ഒരുത്തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആത്മകഥാപരമായി അയാൾക്ക് മറച്ചു വയ്ക്കാം, അത്രമേ ഉള്ളൂ. അതാണ് കുന്തി ചെയ്തത്. ആ ആത്മകഥാപരമായ ഒരു വസ്തുത സ്വന്തം ഭർത്താവിനോട് അത് തുറന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് വൈകാരിക ക്ഷോഭമോ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ക്ഷീണമോ ദുഃഖമോ ഉണ്ടാകുന്ന ഒരു സത്യം തൽക്കാലത്തേക്ക് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കുന്തിയുടെ സ്വഭാവത്തിലെ ഒരു വൈകല്യമല്ല, കുന്തിയുടെ സ്വഭാവത്തിലെ അസാധാരണമായ ഔദാര്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ നിസ്സാരമായ ശ്രദ്ധയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വ്യാസനും അങ്ങനെയാണ് അത് പരിഗണിച്ചിരിക്കാനിട. രാമായണത്തിൽ അഗ്നിശുദ്ധി വരുത്തിയിട്ട് പോലും കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട സീതയുടെ വിധിയും ഇവിടെ കുന്തിയുടെ അവസ്ഥയും തമ്മിൽ ഒരു വലിയ വൈരുദ്ധ്യം തോന്നുന്നില്ല? ഉണ്ട്. അതുകൊണ്ടെന്താ രചനയുടെ ലക്ഷ്യം നോക്കണം. പാണ്ഡുവിൻ്റെ കഥ പറയാനല്ല വ്യാസൻ കഥ പറഞ്ഞത്, ധർമ്മപുത്രരുടെ കഥ പറയാനാണ്. രാമായണത്തിൽ രാമൻ്റെ കഥ പറയുകയാണ് വാൽമീകിയുടെ ലക്ഷ്യം. അവിടെ സീത രാമൻ്റെ ജീവിതത്തിലെ പ്രധാന ഘടകമാണ്. അപ്പോൾ രാമൻ്റെ കഥയാണ് പറയേണ്ടത്, ഇവിടെ പാണ്ഡുവിൻ്റെ കഥ അല്ല. ഭാരതം പാണ്ഡുവിൻ്റെ കഥയല്ല. അല്ല, പൊതുവേ സ്ത്രീ കഥാപാത്രങ്ങളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് വ്യാസൻ കുറച്ചുകൂടി ഒരു ഉദാരമായ സമീപനം സ്വീകരിക്കുന്നതായിട്ട് തോന്നുന്നു. വാൽമീകിയുടേതിനെ കാണുമോ? ഇല്ല, അങ്ങനെ പറയാൻ സാധ്യമല്ല. ഉദാരമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയാൻ പാടുണ്ടോ എന്നത് സംശയമാണ്. ഇപ്പോൾ സീതയെ ഉപേക്ഷിക്കുന്നത് എന്തിനാണ്? രാമന് സംശയമുണ്ടായിട്ടല്ല, രാമന് സീതയുടെ ചരിത്രത്തിൽ സംശയമുണ്ടായിട്ടല്ല. ഈ സംസ്കാര സമ്പന്നമായ രാജ്യം രാമൻ എന്ന ഭരണകർത്താവിനെ ഏൽപ്പിക്കാമോ വിശ്വാസപൂർവം എന്നതാണ് പ്രശ്നം. അല്ലെങ്കിൽ വിശ്വാസപൂർവം നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കാവുന്ന ഔന്നത്യം ഭരണകർത്താവിനുണ്ടോ എന്ന ശോധനയുടെ മാനദണ്ഡമായിട്ടാണ്, എന്ന പരിശോധനയുടെ മാനദണ്ഡമായിട്ടാണ് സീത വരുന്നത്. ഇപ്പോൾ രാമായണം സീതായനമാണ് എന്ന് സുകുമാരൻ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാൽമീകി തന്നെ സീതായനം എന്ന് പേരിടുമായിരുന്നില്ലേ? ഇല്ലേ? എന്താണെങ്കിലും സുകുമാരൻ അഴീക്കോടിൻ്റെ ഒരു ശുപാർശ ഇക്കാര്യത്തിൽ വാൽമീകിക്ക് വേണ്ടി വരികയില്ലല്ലോ. സുകുമാരൻ അഴീക്കോട് ചിന്തിക്കാവുന്ന അത്രയെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ആളാണ് വാൽമീകി എന്ന ഒരു ഔദാര്യം അദ്ദേഹം വാൽമീകിയോട് കാണിക്കേണ്ടിയിരുന്നതല്ലേ? അല്ലേ? അത്രയും പ്രാചീന കാലത്തിരുന്നു കൊണ്ട് നമ്മുടെ ഈ നവീന യുഗത്തിൽ പോലും വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു രചനയുടെ വെല്ലുവിളിയായി നിൽക്കുന്ന വാൽമീകിയെ പോലത്തെ കവിയാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാ കവികളും ആഗ്രഹിക്കുന്നത് വാൽമീകിയെ പോലത്തെ കവിയാകണമെന്നാണ് ഇന്ത്യയിലെ കവികളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അങ്ങനെ എന്നും വാൽമീകിയാകാൻ ആഗ്രഹിക്കുന്ന സൃഷ്ടാക്കൾ ഉള്ള ഒരു രാജ്യത്ത് ആ വാൽമീകിക്ക് ഒരു വിമർശകൻ്റെ അഭിപ്രായം വാൽമീകിക്ക് അത് എഴുതിയ സമയത്ത് തോന്നാതിരുന്നു എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? പാടില്ല. ഇപ്പോൾ കുമാരനാശാൻ നളിനി എന്ന ഖണ്ഡകാവ്യത്തിന് ദിവാകരൻ എന്ന് പേരിട്ടില്ല. ആശാൻ കുറച്ചുകൂടി സ്ത്രീ കഥാപാത്ര പക്ഷപാതിയായതുകൊണ്ടാണ്. വാൽമീകി അങ്ങനെയല്ല, വാൽമീകിക്ക് രാമനോട് പക്ഷപാതമുണ്ട്. എന്താണ്? ഏറ്റവും യോഗ്യനായ ഭരണകർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ് അദ്ദേഹം. അനേകം രാജാക്കന്മാർ അദ്ദേഹത്തിനറിയാം. ആ രാജാക്കന്മാരൊന്നും ജനങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് രാജ്യം ഭരിക്കുന്നവരല്ല. അതുകൊണ്ട് ജനങ്ങളുടെ അഭീഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുകയും സ്വന്തം ജീവിതത്തിലെ അഭീഷ്ടങ്ങളെ തൻ്റെ നിർദ്ദയമായ ഭരണകർത്താവ് എന്ന അവസ്ഥയിൽ മുക്കിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു ഭരണകർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഭാര്യയ്ക്ക് വേണ്ടി ജനങ്ങളുടെ അഭിലാഷത്തെ മാനിക്കാത്ത, ഭാര്യയുടെ സഹോദരന് വേണ്ടി ജനാഭിലാഷത്തെ തള്ളിക്കളയുന്ന,
ബന്ധുക്കൾക്ക് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയും തൻ്റെ വംശക്കാർക്ക് വേണ്ടിയും ജനാഭിലാഷത്തെ മാനിക്കാതെ ജീവിച്ച സർവകാല പ്രസക്തനായ ഒരു ഭരണാധികാരി ഉണ്ടോ എന്നാണ് ഈ രാമനിലൂടെ അന്വേഷിക്കുന്നത്. അവിടെ സീത പ്രധാനമാണ്. സീത രാമൻ്റെ ഒരു കണ്ണാടി മാത്രമാണ്. ഭരതൻ രാമൻ്റെ ഒരു കണ്ണാടി മാത്രമാണ്. ലക്ഷ്മണൻ രാമൻ്റെ ഒരു കണ്ണാടി മാത്രമാണ്. ദശരഥൻ രാമൻ്റെ ഒരു കണ്ണാടി മാത്രമാണ്. ഭാര്യ ആവശ്യപ്പെട്ട ആവശ്യത്തിന് വഴങ്ങിക്കൊടുത്ത ഭരണകർത്താവായിരുന്നു ദശരഥൻ, അല്ലേ? ആണ്. 2 വരം എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2 വരം എനിക്കിപ്പോൾ കിട്ടണം. അതൊന്ന് രാമനെ ദണ്ഡകാരണത്തിലേക്ക് അയക്കുക എന്നതും മറ്റൊന്ന് എൻ്റെ മകനായ ഭരതന് രാജ്യം കൊടുക്കുക എന്നുള്ളത് തരാൻ സാധ്യമല്ലെന്ന് പറഞ്ഞാൽ മതി. അതല്ല ഞാൻ അപ്പോൾ ഉദ്ദേശിച്ചത്. നിനക്ക് വരം തരാമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഈ രാജ്യം എൻ്റേതല്ല, പാരമ്പര്യമനുസരിച്ച് രാജ്യം എൻ്റെ മൂത്തപുത്രനായ രാമന് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് എൻ്റെ ധർമ്മമാണ്. ആ ധർമ്മത്തിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ വയ്യ. അത് സനാതനമായ ധർമ്മമാണ്. പണ്ട് മുതലേ വംശം അനുവർത്തിച്ചു പോരുന്ന ഒരു വംശധർമ്മമാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. കൈകേയിയെ വിവാഹം കഴിച്ചപ്പോൾ അങ്ങനെ ഒരു തീട്ടൂരം ഇദ്ദേഹം എഴുതി കൊടുത്തിരുന്നു എന്ന് സൂചനയുണ്ട് വാൽമീകി രാമായണത്തിൽ. ആർക്ക്? കേകയ രാജാവായ അശ്വപതിക്ക്. അപ്പോൾ അതനുസരിച്ചും ചോദ്യങ്ങൾ വരാം. അതനുസരിച്ച് രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ടാവാം. ആ രാഷ്ട്രീയമായ പ്രശ്നങ്ങളെ നേരിടണം. അതായത് ഭാര്യയ്ക്ക് കൊടുത്ത വരം അത് ഭാര്യയ്ക്ക് കൊടുത്ത വരമാണ്, അത് അടുക്കളയിലെ വരമാണ്, അത് കുടുംബപരമായ വരമാണ്, അവരുടെ കൗടുംബിക പ്രശ്നമാണ്. ഇതല്ല, ഇത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. ഇത് വംശത്തിൻ്റെ ധർമ്മത്തിൻ്റെ പ്രശ്നമാണ്. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. രാമൻ രാജാവാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭരതൻ രാജാവാകണമെന്നല്ല. അങ്ങനെ രാമൻ രാജാവാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ചാരന്മാരിൽ നിന്നുള്ള അറിവ് കിട്ടുമ്പോഴാണ് ഉടനെ രാമനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യിക്കാൻ ദശരഥൻ ഒരുങ്ങി.